ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ് കേട്ടോ. സാധാരണ Q&A വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അതിൽ ഇടാറുണ്ട്. അതിനാണ് ഞാൻ സാധാരണ ആൻസർ ചെയ്യാറുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഈ അടുത്തായിട്ട് എനിക്ക് വേറെ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ താഴെ ദൃശ്യം ഇറങ്ങിയ സമയത്തും ഒരുപാട് ദൃശ്യത്തിനെ പറ്റിയിട്ടുള്ള കമൻസും മെയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അഭിനയിച്ചതിനെ പറ്റിയിട്ടും അഭിനയത്തിനെ പറ്റിയിട്ടും ഒക്കെയുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഇതിനൊക്കെ ആൻസർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ആൻസർ ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഈ മനുഷ്യനെ കൊണ്ട് തന്നെ ആൻസർ ചെയ്യിപ്പിക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് പിടിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ കുറേ ബിഹൈൻഡ് ദ സീൻസും കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? തുടങ്ങാം. അതെ കുഞ്ഞു സാർ, ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതിലിപ്പം കുഞ്ഞിനൊരു ക്യാരക്ടർ കിട്ടി. അത് ഭയങ്കര എന്താണ് പറയുക, ഓരോ ആൾക്കാർ കിട്ടാൻ കൊതിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ കിട്ടി. അതിൽ ദൃശ്യം 1 ആണോ അതോ 3 ആണോ കുഞ്ഞിന് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് ചെയ്യാനായിട്ട്? രണ്ട് സിനിമ ചെയ്യുമ്പോഴും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ രണ്ടും രണ്ട് രീതിയിലായിരുന്നു. ദൃശ്യം 1 ചെയ്യാൻ പോയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ. ആ സമയത്തൊന്നും ദൃശ്യം ഇതുപോലൊരു ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആകുമെന്നോ ഇത്രയധികം ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാകുമെന്നോ നമുക്ക് മലയാള സിനിമയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തരാൻ പോകുന്നൊരു ക്യാരക്ടറാണെന്നൊന്നും ആ സമയത്ത് അറിഞ്ഞുകൊണ്ടല്ലോ. അപ്പം ജിത്തുവായുടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ആശീർവാദിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ഒക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. 3 എന്ന് പറയുമ്പം അങ്ങനെയല്ല. 3 എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരുപാട് ഒരു എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ആ സിനിമയിൽ സഹദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്യാരക്ടറൂടെ വരുന്നു. സെക്കൻഡിലില്ലായിരുന്നു, തേർഡിൽ അതുണ്ട് എന്ന് പറയുമ്പം ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, അത് തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും ഒരു റിസപ്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അത് രണ്ട് രീതിയിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റുകളായിരുന്നു. അപ്പോൾ അത് ഏതിലാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, നന്നായിട്ട് ചെയ്തോ ഇല്ലയെന്ന് നമ്മളല്ലോ ഞാൻ പറയേണ്ടത്, അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ജിത്തുവായി എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം പറഞ്ഞു തരുന്ന രീതി, അതേപോലെ നമ്മൾ മാക്സിമം നന്നായിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ ഒപ്പം നിന്ന് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു കംഫർട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു കംഫർട്ടൊക്കെ ലാലേട്ടൻ തരുന്നതുകൊണ്ട് കൂടിയാണ് നമുക്ക് എല്ലാവരും നന്നായി എന്ന് പറയുന്നത്. ദൃശ്യം 1 കുഞ്ഞിനെ അങ്ങനെ അവർ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ അതെനിക്ക് തോന്നുന്നു അതിനുശേഷം കുഞ്ഞ് ഒരുപാട് ക്യാരക്ടേഴ്സ് അതുപോലത്തെ ഒക്കെ അതുമായിട്ടും അവര് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ സഹദേവൻ കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് സഹദേവൻ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ വേറെ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇൻ്റർവെൽ ടൈമിൽ ഈ സഹദേവനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആൾക്കാർ അത്രയധികം ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഈ അടുത്ത കാലത്ത് നിന്നൊരു വില്ലനെ കാണിക്കുമ്പോൾ ഇതുപോലെ കൈയടി കിട്ടിയിട്ടില്ല എന്ന് ഒരുപാട് പേര് സിനിമാ പ്രവർത്തകരും പറഞ്ഞു, അതുപോലെ തന്നെ പ്രേക്ഷകരും പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഫുൾ ക്രെഡിറ്റ് ജിത്തുബായിക്ക് തന്നെയാണ്. എന്നാലും അത് പെർഫോം ചെയ്തൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിനെ റെഡിയാക്കി. പക്ഷെ കുഞ്ഞു സാർ, ഈ ദൃശ്യം എനിക്കറിയാം കേട്ടോ. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയിലെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്നെ അറിഞ്ഞപ്പോൾ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് എന്നോട് മാത്രമേ അതും പറഞ്ഞുള്ളൂ. പിന്നെ അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ? അത് നിന്നോട് ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർത്ത് എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. കാര്യം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോഡി അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ പ്രസിഡൻ്റ് ആയിരുന്നു, ഞാനൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജനറൽ ബോഡിക്ക് എന്ന സമയത്ത് നമ്മുടെ ഇർഷാദ് നമ്മുടെ ദൃശ്യത്തിലുള്ള ഇർഷാദ് എന്നെ കണ്ടു പറഞ്ഞു, ഷാജോണ 3-ലില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ലിക്ക എന്തേ? അപ്പം ഞാനുണ്ട് കേട്ടോ, എന്നോട് ജിത്തു സാർ വിളിച്ച് കഥയൊക്കെ പറഞ്ഞു, എൻ്റെ ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലിക്ക, എന്തായാലും അടിപൊളിയാവട്ടെ എന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു വിഷമം വരുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ രജിസ്റ്റർ സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ ആനണി ചേട്ടൻ, ആനണി പെരുമ്പോൾ ഒരു ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ എന്നെ കണ്ടോണ്ട് ആനണി ചേട്ടൻ പറഞ്ഞു, ആണാ പൊളിക്കണം കേട്ടോ, ഗംഭീരമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ? അറിഞ്ഞില്ലേ ദൃശ്യം 3-ലുണ്ട്? ഞാൻ പറഞ്ഞു ചുമ്മാ ഉണ്ട്, അറിഞ്ഞില്ലേ? ഉണ്ട് ഗംഭീര പരിപാടി, നമുക്ക് പൊളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ ലാലേട്ടൻ ആനണി ചേട്ടൻ്റെ ബാക്കിൽ നിൽക്കുന്നത് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്നെ കണ്ടോണ്ടേ
ഒരു ആക്ഷൻ കാണിച്ചു ലാലേട്ടൻ. അത് ആ സമയത്ത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് ഒക്കെ, അതെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഷാജോൺ ദൃശ്യത്തിലുണ്ട് കേട്ടോ, അതാ നീ കണ്ടിട്ടില്ലേ അത്, ലാലേട്ടൻ പറഞ്ഞാന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് കമന്റ്സ് ഇട്ട്. അച്ഛൻ അവിടെ നിന്ന് വിളിച്ചവരെ ചോദിച്ചാടാ നീ ഉണ്ടോടാ ഇതിനകത്ത്, അതാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അല്ല ലാലേട്ടൻ അതല്ല പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ മറുപടി നിന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പം അന്ന് മുതൽ പിന്നെ നമ്മൾ വെയിറ്റിംഗ് ചെയ്തെന്ന് തുടങ്ങാനായിട്ട്. അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ദൃശ്യം 3 ഉണ്ടെന്ന് അറിയുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കിയിട്ടാണ് ആർട്ടിസ്റ്റുകളുടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ആരാണല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും പറയാറില്ലേ, ലാലേട്ടനോട് അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ്, പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ പേടി മാറുമെന്ന്. അപ്പോൾ ഈ ദൃശ്യം 3 ലാലേട്ടൻ്റെ കൂടെ കുഞ്ഞ് ഫസ്റ്റ് ചെയ്ത സീൻ എന്തായിരുന്നു? ഞാൻ ലാലേട്ടനായിട്ടുള്ള ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടി സഹദേവനും കണ്ടുമുട്ടുന്ന സീൻ എടുത്തത്. ഏത് നമ്മളുടെ അതെ, ലാലേട്ടൻ സഹദേവന്റെ വീട്ടിലോട്ട് കാറിൽ വന്നിട്ട് ഞാൻ അകത്ത് സിഗരറ്റൊക്കെ വലിച്ചോണ്ടിറങ്ങി വരത്തില്ലേ, ആ സീനാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പം അത് ഒരു ദിവസം അത് പ്ലാൻ ചെയ്തു. അപ്പം അന്ന് അവിടെ ഞാൻ പോയി. അപ്പം തലേദിവസം മുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആൻസൈറ്റി വരുമല്ലോ, ഒരു എന്താണ് നമ്മൾ ഈ സ്റ്റേജിലൊക്കെ കയറാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു ആളൽ വരിക എന്ന് പറയത്തില്ല, ഉള്ളിൽ നിന്ന് ഒരാളലുണ്ട് തലേദിവസം മുതൽ, നാളെ ഈ സീനാണെന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നു മേക്കപ്പ് എല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഈ സിനിമയുടെ ഷൂട്ടായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഞാൻ വേറൊരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു സ്കെഡ്യൂൾ ബ്രേക്കാണ് ലാലേട്ടന്. ആ സമയത്ത് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയമാണ് ആ ടൈം. അപ്പോൾ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിരാശ മിസ് ലാലേട്ടനെ കാണാനും പറ്റില്ല, അത് മഴയായതുകൊണ്ട് പെട്ടെന്ന് ലാലേട്ടൻ കയറി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ഈ പറയുന്നത് പോലെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ഈ സീനാണ് എടുക്കുന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്കും കാര്യങ്ങളും എല്ലാം കണ്ട് ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് മോനെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്, സംഭവം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുന്ന ഈ സീനാണ്. മനസ്സിലായില്ലേ, ലാലേട്ടൻ വന്ന് കാറിൽ വന്നിറങ്ങുന്നു, ഞാനകത്ത് നിന്ന് സിഗരറ്റ് രണ്ടുപേരും തമ്മിൽ കാണുന്ന സീനാണ്. ശരിക്കും എൻജോയ് ചെയ്തൊരു സീനാണ്. ഓക്കെ, നമ്മളുടെ ഈ ദൃശ്യം 3യുടെ ഷൂട്ട് മുഴുവനും ഈ തൊടുപുഴ ഭാഗത്തല്ലേ നടന്നിട്ടുണ്ടായിരുന്നു? തൊടുപുഴ ഭാഗത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഞ്ഞിൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അതിശയാട്ടോ, ഭയങ്കര ഇത്. കാരണം സിനിമ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടും നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തോ ഒന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമയിലുണ്ട് എന്നുള്ളത്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ, അവരാരും പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട്. അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. അതൊരു വലിയ കാര്യമാണ്. കാര്യം മലയാളികൾ സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാണ്. റിവ്യൂ പറഞ്ഞ ആരും നമ്മുടെ പേര് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വില്ലൻ ഉണ്ടെന്ന് ആരും സ്പോയിലർ ആരും പറഞ്ഞില്ല. എനിക്ക് വളരെയധികം ഞാൻ സന്തോഷിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദൃശ്യം ഇറങ്ങി ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ തോന്നി നമ്മുടെ ഇവിടുത്തെ കുരിയച്ചനെല്ലാം കൂടെ ഞങ്ങളൊരു ട്രിപ്പ് പോയില്ലോ. ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ പാലയിൽ കുറ്റിച്ചിറ അങ്ങനെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് കറക്റ്റ് അറിയാം. അവിടെ പഴംപൊരിയും ബീഫും കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ കുരിയച്ചനാണ് പറഞ്ഞത് പഴംപൊരിയും ബീഫും കിട്ടുന്ന കട. ഞങ്ങൾ പോകുന്ന വാഗമണിനാണ്. പഴംപൊരിയും ബീഫും കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ പോയി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു ചെറിയ ചായക്കട കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവിടെ കുറേ ഫാമിലീസൊക്കെ ഒന്ന് കഴിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നു, കുരിയച്ചനുണ്ട്, റൂമിലുണ്ട്, ഞങ്ങളുടെ ടീം എല്ലാം ഉണ്ട്, ടോം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പുറത്തൊരു ഫാമിലി ആയിരിക്കുന്നത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ആ ലേഡിയുടെ ബ്രദേഴ്സാണെന്ന് തോന്നുന്നു, 2 പിള്ളേരെ സെറ്റ്, 2 ആൺപിള്ളേർ ഇവരുണ്ട്. അപ്പം ഈ ലേഡി എന്നോട് ചോദിച്ചു, ചേട്ടാ ദൃശ്യം 3 എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ ഓക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൈ ഇടുക എഴുന്നിട്ട് വന്നിട്ട് ഈ പിള്ളേർ, ഈ ചെറുക്കന്മാർ പയ്യന്മാർ എന്നോടൊന്ന് പറയാം, ചേട്ടാ ഞങ്ങൾ കണ്ടു കേട്ടോ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നന്നായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഓർക്കുകയാണ് അവരൊരു ഫാമിലിയാണ്. അവർ പോലും പരസ്പരം അത് ഷെയർ ചെയ്തില്ലെന്നുള്ള. അപ്പം അത്രയ്ക്ക് മലയാള സിനിമയെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. ഈ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെക്കാനും അതെ അതിന്റെ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് പ്രൊഡക്ഷൻ ടീമിന് തന്നെയാണ്. കാര്യം അവരതേപോലെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ മാസ്കും ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ താമസിക്കുന്ന ഹോട്ടല്, ആ ഹോട്ടലിൽ അവർ നമ്മൾ തലയിൽ കൂടെ ചാക്ക് ഇട്ട് മറിച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ നടപ്പും കാര്യങ്ങൾ കണ്ട മുകളിലിട്ടെന്ന് പറഞ്ഞ ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുക, അവർക്ക് മനസ്സിലാവും. പക്ഷേ
നമ്മളെ കണ്ടതായിട്ടോ നമ്മളുള്ളതായിട്ടോ ഒന്നും അവിടുന്ന് ഒരാളും സ്റ്റാഫുകൾ പോലും ആരോടും ഷൂട്ട് ചെയ്യുമ്പോ കാണില്ലേ? എന്താണെന്നറിയോ, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഒന്നാമത് ലാലേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കുറേ ബൗൺസേഴ്സിനെ ഒക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഹൈഡ് ചെയ്യേണ്ട കാര്യം കൂടെ ഉള്ളതുകൊണ്ട് അവർ നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ക്യാരവനെല്ലാം വീടിൻ്റെ ബാക്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട്, കാര്യം കുറച്ച് പേർക്ക് സിനിമ അത്ര അടുത്തറിയാവുന്നവർക്കാണെങ്കിലും പോലും അറിയാം ഒരു ക്യാരവൻ കണ്ട് ഇത് ആരുടെ ക്യാരവനാന്നൊക്കെ അറിയാം. അപ്പോൾ അവിടെ നമ്മുടെ ക്യാരവൻ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെയൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ്. തൊടുപുഴ ഉള്ളവർ ചിലപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലെ ആൾക്കാർ അവിടെ ഉണ്ടാവും. പക്ഷെ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ടൈമില് ഒരു ഫോട്ടോ ഒരു ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് കുറച്ചത് ആ സിനിമ റിലീസാകുന്ന വരെ വെക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവിടുത്തെ വീട്ടിലെ ആളുകളോ അല്ലെങ്കിൽ മാറുന്ന ആരെങ്കിലും ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടാലും പോരെ, ആരും അത് ചെയ്തില്ല എന്നാണ്. പിന്നെ തൊടുപുഴക്കാർക്ക് ഒരു പ്രത്യേക വികാരമാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾക്ക്. ഷൂട്ടിങ്ങിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഷാജോൺ എന്നൊന്നും വിളിച്ചിരുന്നില്ല. നമ്മള് വീട്ടിൽ വരും കേട്ടോ, ഷൂട്ടിന്റെ ഇടയിൽ ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ ഇന്ന് ഏതാ സീൻ എടുത്തേ പറയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, അല്ല എന്നാലും ഒന്ന് പറ, ലാലേട്ടനായിട്ടായിരുന്നോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്, ഏതാ സീൻ എടുത്തേ? എടി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നീ അത് തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, അപ്പോഴാണ് നിനക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ. എൻ്റെ അടുത്ത് പോലും അങ്ങനെ സീൻസ് ഒന്നും പറഞ്ഞിരുന്നില്ല എന്താ എടുത്തിരുന്നേന്നുള്ളതൊന്നും. പക്ഷെ അവിടെ പറഞ്ഞിരുന്ന എൻ്റെ പേരിലൊന്നും അല്ല വിളിച്ചുകൊണ്ടിരുന്നില്ല, എന്നെ എല്ലാം ചേട്ടൻ എന്ന് വിളിക്കും. ചേട്ടൻ കാര്യം ഈ സ്ക്രിപ്റ്റിൻ്റെ ഇതിനകത്ത് ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കണമല്ലോ ലിസ്റ്റ് ഇടാനായിട്ടൊക്കെ. അപ്പോൾ അവർ നേരത്തെ ഇത് ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ചേട്ടൻ എഴുതുള്ളൂ. അപ്പോൾ എന്നിട്ട് എല്ലാവർക്കും സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ ചേട്ടൻ ഇന്ന കോസ്റ്റ്യൂം എന്ന് കിടത്തുള്ളൂ. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ, ചെന്ന് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റിലുള്ള കൂടെ അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ വേറെ ചെയ്തിരുന്ന ക്യാരക്ടറുകൾക്കും കുറവാണ്. അപ്പം സിദ്ധു പനക്കിലാണ് കൺട്രോളർ. അപ്പൊ സിദ്ധുവേട്ടൻ ഏതെങ്കിലും വണ്ടിയിൽ ഇരുന്നായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. ഒരു സ്ഥലത്ത് ലൊക്കേഷൻ കഴിഞ്ഞ് റൂമിലോട്ട് പോകുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം സാധാരണ ഷാജനെ 18 മുതൽ 22 വരെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇങ്ങനെ പറയാറുള്ളൂ. ഇത് ആ ചേട്ടൻ 18 മുതൽ 22 വരെ കേട്ടോ ഓർമ്മയുണ്ടോ, സിദ്ധുവേട്ടൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജിത്തുബായി ആണെങ്കിലും മൈക്കിൽ കൂടെ ചേട്ടനെ വിളിക്ക് എന്നാ പറയുന്നത്. ചേട്ടൻ ഇപ്പുറത്തോട് അല്ലെങ്കിൽ മൈക്കിൽ കൂടെ ഷാജന ഇച്ചിരി കൂടെ മാറി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൽ കൂടെ അപ്പുറത്തുള്ള വീട്ടുകാർക്കും ഒക്കെ കേൾക്കാം. അപ്പം അത്രയ്ക്ക് വരെ സൂക്ഷിച്ചു. അപ്പോൾ ജിത്തുബായി ഒരു ദിവസനോട് പറഞ്ഞ്, ചേട്ടാ ഈ സിനിമ കഴിയുന്നവരെ ഉള്ളു കേട്ടോ ഈ വിളിയൊക്കെ, പിന്നെ വിളി മാറും. ഞാൻ പറഞ്ഞു ഓക്കെ, പഴയത് തന്നെ വിളിക്കാവുള്ളൂ കേട്ടോ എന്ന് പറയും. ലാലേട്ടൻ വരുമ്പോൾ അത് ചോദിക്കുന്നത്, ചേട്ടൻ വന്നില്ലേ, ചേട്ടനോടെ എന്ന് ചോദിക്കും, ചേട്ടൻ വന്നേ എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് വിളിക്കും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഒരു റിവ്യൂവേഴ്സ് ഒന്നും ഈ ക്യാരക്ടറിനെ പുറത്ത് അങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അധികം. അത് അവർക്ക് പടത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും കൊണ്ടും കൂടി തന്നെ ആയിരിക്കും. അതിനെല്ലാ റിവ്യൂവേഴ്സിനോടും ഒരു പ്രത്യേക നന്ദി പറയാണ്. കാര്യം എനിക്കറിയാം നമ്മളെപ്പോലെ തന്നെ അല്ലെ നമ്മളെക്കാൾ കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ഒരാൾ പോലും സ്പോയിലർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പടം തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഞാൻ മുമ്പ് ചെറുതായിട്ടൊന്ന് എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ആ സമയത്താണ് പറഞ്ഞത് വേറെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത്. ഞാൻ പിന്നെ വിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിന് എനിക്ക് എന്തായാലും ഒരു ഇത് വേണം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാമെന്നുണ്ടെങ്കിലല്ലേ അവരങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അവർ കൂടുതലും സിനിമയെ പറ്റിയിട്ടും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിനെ പറ്റിയിട്ടും അതിൽ കണ്ണു ചുമന്നിരിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ആയിരിക്കും ചോദിക്കുക. അല്ല സത്യത്തിൽ ആ കണ്ണ് അത്രയും ചുമപ്പിച്ചത് അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെഫറൻസ് തന്നെ ജിത്തുബായി പറഞ്ഞത് നമ്മുടെ സായി ചേട്ടൻ്റെ കുഞ്ഞിക്കുന്നിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതായത് ഇയാളെ കാണിക്കുമ്പം തന്നെ ഒന്ന് ഞെട്ടണം ആളുകൾ. ഇത് പഴയ സഹദേവനല്ല, ഇയാൾ ഇച്ചിരി കുഴപ്പക്കാരനാണെന്നുള്ളത് ഒരു ഫസ്റ്റ് ലുക്ക് കിട്ടണം ഷാജോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവ എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ണ് ചുമപ്പിക്കാം, അതുപോലെ തന്നെ ഒന്ന് മീശ ഒന്ന് പിരിച്ച് താടി വെട്ടരുതിനി, താടി അതുപോലെ വളർത്തിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചെന്ന് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞത് സായി ചേട്ടൻ്റെ നമ്മുടെ അതിലെ ലുക്ക് എന്നാ പറഞ്ഞത്, കുഞ്ഞിക്കുഞ്ഞി ലുക്ക് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇത്
ഇതിങ്ങനെ നമ്മൾ സാധാരണ ഒരു ചെറിയ ഷോട്ടിലൊക്കെ നമ്മുടെ കണ്ണൊന്ന് ചുമന്നിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലിസറിൻ ഇട്ടിട്ട് നമ്മളൊന്ന് ചുമപ്പിച്ച് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കി പിടിച്ച് കഴിഞ്ഞാൽ കണ്ണൊന്ന് ചുമന്ന് വരും. പക്ഷേ ഇതങ്ങനല്ലല്ലോ, ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ കിടക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലിസറിൻ ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ചുണ്ടപ്പൂ എന്ന് പറയുന്നൊരു പൂവുണ്ട്, നമ്മൾ ഈ കഥകളിക്കാരൊക്കെ ഇടുന്നതാണ്. ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെയാണ് അത് കൂടുതൽ കിട്ടുന്നത്, എനിക്ക് അറിയായിരിക്കും. അപ്പോൾ ചുണ്ടപ്പൂവാണ്. അപ്പോൾ ചുണ്ടപ്പൂവിൻ്റെ ഒരു തരി നമ്മൾ കണ്ണിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ റെഡായി അതങ്ങ് കിടന്നോളും. പക്ഷെ അത് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ അങ്ങ് കൂടിക്കിടന്നത്. അത് ഒരുപാട് പേരത് പറയുകയും ചെയ്തു, ചോരക്കണ്ണം. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നവരൊക്കെ പറയും, ഈ സഹദേവൻ കണ്ണിച്ചോരയില്ലാത്തവനാന്ന് ആരും പറയുമല്ലോ എന്ന് പറയും. അതൊരു ചില സ്ഥലങ്ങളിൽ കുറച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്ക് ചോദിക്കുന്നവരോട് അപ്പം തന്നെ മറുപടി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ദൃശ്യത്തിൻ്റെ. ഇനിയുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം സാധാരണ ഞങ്ങൾ ഈ സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ടാവും, സെറ്റിലുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട്. അപ്പം ഈ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സഹദേവനെ ഇവിടെ പിടിച്ചിരുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. എന്തായാലും ഒരു മിനിറ്റ് ഞാനൊന്ന് ഒരു താങ്ക്സ് പറയാണ്. മറ്റൊന്നുമല്ല, സിനിമയെ സ്നേഹിച്ച അല്ലെങ്കിൽ ദൃശ്യം എന്ന സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച, നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിച്ച, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും, കുഞ്ഞിന് ഇവർക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ബാക്കി മിസ്സിസ് ഡിനി തൊട്ടാൻ പറയും. അല്ല, എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചവരൊക്കെ അഭിനയിച്ചതിനെ പറ്റിയിട്ടും അഭിനയത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് അവർക്ക് ഓരോ ക്യാരക്ടറുകൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇനിയും നല്ല നല്ല അടിപൊളി ക്യാരക്ടറുകൾ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവണം. ഇതേപോലെ നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്നും വിമർശനങ്ങളുള്ളപ്പം നന്നായി വിമർശിക്കുക, നമ്മൾ വരുന്ന തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് എനിക്ക് പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എടുക്കാനും ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ പോലെ ഇങ്ങനെ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്രോഷിയോയുടെ വീഡിയോസ് ഞാൻ ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും